രക്ഷാപ്രവർത്തനം 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ NDRFിൻ്റെ സംഘം ഇപ്പോൾ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് NDRF സംഘം എത്തുക? രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതിന് NDRF സംഘം ഉടൻ എത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? NDRF സംഘം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ NDRF സംഘം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ NDRF സംഘം എത്തുന്നതിന് അല്പം സമയമെടുക്കും. NDRF സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ ആളുകളെ പുറത്തെടുക്കാൻ പരമാവധി വേഗത്തിൽ ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിടുമ്പോഴും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾ ഈ സന്ധ്യയും ബിജുവും കിടക്കുന്ന മുകളിലുള്ള ഈ കോൺക്രീറ്റ് വാളിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സന്ധ്യയുമായി സംസാരിക്കുന്നുണ്ട്. ബിജുവുമായി അല്പസമയമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഈ കോൺക്രീറ്റ് പാളികൾക്ക് അടിയിലാണ് കിടക്കുന്നത് എന്നതാണ് ഇതിനകത്തെ ഗുരുതരമായ ഒരു സാഹചര്യം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി സാവധാനം അതീവ വേഗതയിൽ പുറത്തെടുക്കണം. പക്ഷേ അമിത വേഗത കാണിച്ചാലും ഈ ആളുകളുടെ ജീവന് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് കരുതിക്കൊണ്ടാണ് സാവധാനം ഈ കോൺക്രീറ്റ് പാളി ചുറ്റി ഉപയോഗിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് അവളെ പുറത്തെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേയധികം ആളുകൾ ഇവിടേക്ക് എത്തി ഈ സംഭവ വിവരം അറിഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനും അല്ലാതെയും കുറേയധികം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ പോലീസ് ഇടപെട്ടുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ സംഭവ സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല. അതിന് കാരണം ഇപ്പോൾ ഈ രണ്ടുപേരുടെ ജീവൻ രക്ഷപ്പെടുത്തണം. അതുകൂടാതെ മുകൾ ഭാഗത്ത് അപകടാവസ്ഥയിൽ ഇപ്പോഴും മൺകൂന നിൽക്കുകയാണ്. ദേശീയപാതയുടെ സൈഡാണ് ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത്. അത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഇവിടേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. അതിൽ ഭാഗ്യമുണ്ട് ഒരു വീട്ടിൽ മാത്രമായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. മറ്റ് വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ അടിമാലി ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറുകയും ചെയ്തിരുന്നു. 28 പുരുഷന്മാരും 20-ലധികം സ്ത്രീകളും 8 കുട്ടികളും അടക്കം 40-ലധികം ആളുകളാണ് അടിമാലി ഗവൺമെന്റ് സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ഈ വീട്ടിലുള്ള ബിജുവും സന്ധ്യയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയോടുകൂടി ഇവിടേക്ക് എത്തിയത്. അതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി മണ്ണിടിഞ്ഞ് വീഴുകയും ഇവർ രണ്ടുപേരും ഈ വീടിനടിയിൽ കുടുങ്ങുകയും ചെയ്തത്. സംഭവ വിവരം അറിഞ്ഞ് അതിവേഗത്തിൽ, കാരണം രക്ഷാപ്രവർത്തനം അതിവേഗമായിരുന്നു. കാരണം അടിമാലി ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ ലക്ഷം വീട് ഉന്നതി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വിവിധ മേഖലകളിൽ നിന്നും പോലീസിനാണെങ്കിലും ഫയർഫോഴ്സിനാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും അതിവേഗതയിൽ ഇവിടേക്ക് എത്താൻ സാധിച്ചിരുന്നു. പക്ഷേ എത്തുമ്പോഴും ഈ കോൺക്രീറ്റ് പാളികൾ ഇങ്ങനെ തകർന്നു കിടക്കുന്നത് ഒരു വെല്ലുവിളിയായി മാറിയിരുന്നു. അതുകൂടാതെ അപകടാവസ്ഥയിൽ ഇപ്പോഴും മൺകൂന മുകൾ ഭാഗത്ത് നിൽക്കുകയുമാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കോൺക്രീറ്റ് പാളി പൊളിച്ചു. അതിനുശേഷം ഇപ്പോൾ ആ കമ്പി മുറിച്ച് മാറ്റിയ ശേഷം വേണം കോൺക്രീറ്റ് പാളിയുടെ ബാക്കി ഭാഗം പുറത്തേക്ക് മാറ്റാൻ. അതിന് വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജാക്കി ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ ജാക്കി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് പാളി ഉയർത്തി വേണം രണ്ടുപേരെയും പുറത്തെടുക്കാൻ. അല്പം ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെളിച്ചത്തിന് വേണ്ടി താൽക്കാലിക സംവിധാനങ്ങൾ പല രീതിയിലും എത്തിച്ചിട്ടുണ്ട്. ടോർച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ലൈറ്റ് സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് താൽക്കാലിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിടുകയാണ്. ബിജുവിനെയും സന്ധ്യനെയും പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ. അതിൽ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് വാളി ഇപ്പോൾ മുറിച്ചിരിക്കുകയാണ്. ശ്രുതി ഇപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് വാളി മുറിച്ച് മാറ്റിയിരിക്കുന്നു.